ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ചുരിദാർ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല, വൈകിട്ട് ചെന്നപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കാന്ന് പറയാൻ കാരണം നമ്മൾ അത് എടുക്കാൻ അങ്ങോട്ടേക്ക് പോവാണ്, തിരിച്ച് മധുരയിലേക്കും. അപ്പൊ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറാം. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അവിടെ പിന്നെ പൂരി, ഇഡലി, ബ്രെഡ് ടോസ്റ്റ്, അതൊക്കെ സെയിം ഒരു പാറ്റേൺ ഉണ്ട്. നല്ല ഗീ റോസ്റ്റ് ഒക്കെ കഴിക്കണമെങ്കിൽ ഇതുപോലെ കടയിൽ കയറണം. അങ്ങനെ നമ്മള് നാളെ വന്ന് കഴിച്ച അതേ കടയിൽ തന്നെ കയറി ദോശയൊക്കെ കഴിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കാൻ പോവാം. தோசை ஐட்டம் இருக்கு, பொங்கல் பொடி இருக்கு, இட்லி ஐட்டம் இருக்கு. ദോശ എന്നാ ദോശ? plain கீ பொடி ஆனியன் மசாலா എനിക്കൊരു പൊടി ദോശ, இட்லி இருக்கு. ഒരു ഗീ റോസ്റ്റ്, ഒരു പൊടി ദോശ. സാമ്പാർ വട എടുക്കാം. கீ பொடி ரோஸ்ட். കോഫി വേണോ? ഒരു കോഫി. ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ വടക്കറി കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വടക്കറി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ രസവടയുടെ വേറൊരു ടൈപ്പാണ്. പരിപ്പ് വടയിൽ അവരെന്തോ കറി ആക്കി ഇടുന്നതാണ്. സാമ്പാർ, ചട്നി, മീൻ ചട്നി, ടൊമാറ്റോ ചട്നി ഒക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു തലേ ദിവസത്തെ വട നമ്മൾ ബാക്കി വരുമ്പോഴല്ലേ രസവട ഉണ്ടാക്കുന്നത്. ഇത് അതുപോലെ തലേ ദിവസത്തെ വട ബാക്കി വരുമ്പോൾ ഒരു വടക്കറി ഉണ്ടാക്കുമായിരിക്കും. ഈ തമിഴ്നാട് സൈഡിൽ വന്നാൽ ഇവിടെ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കറി കണ്ടിട്ടുള്ളത്. പിന്നെ രസവട നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ, വേറെ കൊല്ലത്തുണ്ടോന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞാൽ എന്തായാലും രസവടയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ പറയുമ്പോൾ ചിലർ മെസ്സേജ് ഇടാ എന്താ രസവട എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെ ടീനേജ് ഡെസിയില്ലേ, അവർ കണ്ണൂരാട്ടോ. അവർ ശരിക്കും അവരുടെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഈ അലവാങ്ക് കിട്ടുന്ന ഒരു കടയുടെ അതുവഴിയാണ് വന്നത്. മെയിനായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു അലവാങ്ക് കടയുണ്ട്. അതുവഴിയാണ്, ഫേമസ് അല്ല, അവിടെയാണ് നല്ല അലവാങ്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലവാങ്ക് വേണം, നിങ്ങൾ എനിക്കറിയാം അവർ കഴിച്ചിട്ടില്ല എന്ന്. അലവാങ്ക് അതെന്ത് സാധനം? ഞങ്ങൾ ഒരു പണി ആയുധത്തിനെയാണ് അലവാങ്ക് എന്ന് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും കൊള്ളാം. ഒരു നോൺ വെജ് കറിയുടെ ടേസ്റ്റ്. തുപ്പി ദോശ, ബീപ്പൊഴി. എപ്പോഴും ഏട്ടൻ ഇതൊക്കെ വാങ്ങുമ്പോൾ നല്ലതായിരിക്കേ. അത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ വാങ്ങുന്നത്. അതെല്ലാം ഈ വെജ് കടയിൽ കയറിയുള്ള ദോശ കഴിച്ചാലും നല്ല. അങ്ങനെ ഭയങ്കര ആവേശത്തോടെ നേരെ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴേക്കും പറയുന്നു വന്നിട്ടില്ല, മൺഡേ ആവും എന്നുള്ളത് കേട്ടോ. റെസ്റ്റ് ഓറഞ്ചിൻ്റെ കാര്യമാണ്, ബാക്കിയെല്ലാം അവൈലബിൾ ആണ്. റെസ്റ്റ് ഓറഞ്ച് മൺഡേ ആവും, നമ്മുടെ ഇപ്പോൾ കുറച്ച് പീസസ് ഉള്ളത് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഇന്നലെ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ അവിടെ നിന്നിട്ട് ഇന്ന് രാവിലെ വന്നത്, അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് നമ്മൾ ഇന്നലെ പോയാനെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇതെല്ലാം. ഓർഡർ ഇന്ന് മുതൽ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. റെസ്റ്റ് ഓറഞ്ചിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാനത് മൺഡേ ഒന്ന് റിലാക്സ് ആയിട്ട് പതിയെ ചെയ്യാൻ എഴുതി, പക്ഷെ ആരോടും മെസ്സേജ് ഇടല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസിൻ്റെ കളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഓർഡർ എടുത്തിട്ടില്ല, കാരണം വീട്ടിൽ വരാതെ നമ്മൾ ഓർഡറൊക്കെ എടുത്താൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ ചുരിദാർ മെറ്റീരിയൽ. ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പീസസ് നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് പ്രീ ബുക്ക് ചെയ്താൽ മൺഡേ നമുക്ക് ബാക്കി പീസസ് വരുന്നതാണ്. ഈ പ്രീ ബുക്കിംഗ് ഒന്നും ഇല്ലയെന്ന് കരുതിയതാണ്, പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കലങ്കാരി ഷോളിൽ വരുന്നത് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് നിർബന്ധമായിട്ടും 1-2 പീസെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ എവിടെയൊക്കെയോ ചെന്ന് അരിച്ചിട്ട് ഒരു 3 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു പീസ് എനിക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഒരു പീസ് ഞാനെടുത്തു, ബാക്കി 2 പീസ് ഇനി അതിൽ അവൈലബിൾ ആണ്. ഇത് ഇത്രയും നമ്മുടെ പാഴ്സലാണ്, നമുക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇന്നലെ റെസ്റ്റ് ഓറഞ്ചിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വന്നപ്പോഴേക്കും ദേ പറയുന്നു റെസ്റ്റ് ഓറഞ്ച് ഇല്ല, ഇനി മൺഡേ ആവുന്നത്, ചെയ്ത് വരണ്ടേ, നമ്മൾ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റ് ഓറഞ്ച് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മൺഡേ അവരെനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. നമുക്ക് വെനസ്ഡേ ഇവിടെ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ റെസ്റ്റ് ഓറഞ്ച് ബുക്ക് ചെയ്തോളൂ. പ്രീ ബുക്കിങ്ങും അവൈലബിൾ ആണ്. ആദ്യം ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ, പക്ഷെ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് പ്രീ ബുക്കിങ്ങും എടുത്തത്. റെസ്റ്റ് ഓറഞ്ച് നമ്മൾ പറഞ്ഞിരുന്ന പീസസ് അത്രയും കിട്ടിയിട്ടില്ല. മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ എടുക്കാനാണ് നമ്മൾ വന്നത്. ഇന്നലെ വൈകിട്ട് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷെ വൈകിട്ടും കിട്ടിയിട്ടില്ല. അവര് ഇനി തിങ്കളാഴ്ച ഇന്ന് വൈകിട്ട് തരാന്ന് പറഞ്ഞ. അത് മധുബാനി മറ്റേ കലങ്കാരി ഷോൾ വരുന്നത്. ഇത് തിങ്കളാഴ്ച നാളെ വൈകിട്ടോ ഒക്കെ തരാന്ന് പറഞ്ഞു. അവരും ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അവർക്ക്. നമ്മൾ മാത്രമല്ലല്ലോ, പലരും ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാട്ടോ. അവരിന്നിപ്പോൾ രാവിലെ 7 മണിക്ക് വന്നിരുന്നാണ് ബാക്കിയെല്ലാം പാക്ക് ചെയ്തൊക്കെ തന്നത്.
കുഴപ്പമില്ല തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ള പീസസ് തരാം. പ്രീ ബുക്കിംഗ് ഞാൻ ചെയ്യുന്നില്ല, കാരണം അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ പ്രീ ബുക്ക് ചെയ്തിട്ട് ഇവരോട് വിളിച്ച് പറയുമ്പോൾ ഇവർ തന്നില്ല, അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു ഇൻ കേസ് നടന്നില്ല എങ്കിലും നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് അത് ശരിയാവില്ല. അപ്പൊ സാധനം വന്നാൽ ഉടനെ തരാം. അതുകൊണ്ട് പ്രീ ബുക്കിംഗ് ഇല്ല കേട്ടോ. ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ഇപ്പം അത്യാവശ്യം കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. മെസ്സേജസ് വരുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, തിങ്കളാഴ്ച മുതലാണ് ഞാൻ ലൈവ് ആക്കാന്ന് കരുതിയത്. കാരണം ഈ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഫോട്ടോസ് ചോദിക്കും, ഫോട്ടോസ് തരാൻ പറ്റത്തില്ല. അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. വണ്ടി ഇരുന്നുകൊണ്ട് അത് ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയ പാടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരുമാതിരി തലയൊക്കെ ഒരുമാതിരി വരും. അപ്പൊ അതുകൊണ്ട് തിങ്കളാഴ്ച വീടെത്തിയൊന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് അതാകുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മറ്റത് എനിക്കും തലഭ്രാന്ത്, അയ്യോ ഇത് ഏത് ചോദിക്കണം, എവിടെ ചോദിക്കണം, എത്ര പീസ് ഉണ്ടായിരുന്നു, ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ഞാൻ പൈസ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കും. കാരണം ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ പേയ്മെന്റ് വാങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് ഇത് എണ്ണി നോക്കുമ്പോൾ അതിനെക്കാട്ടി ഓർഡേഴ്സ് വരും. പിന്നെ ആ ക്യാഷ് എല്ലാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച മുതലാണ് ഞാൻ ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സാധനമുണ്ട്, വേണമെന്നുള്ളവർ മൺഡേ മുതൽ മെസ്സേജ് ഇടാവേ. നിങ്ങൾ കരുതുന്നുണ്ടാവും, ഇവളല്ലേ കുറച്ച് നേരത്തെ പ്രീ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്, ഇപ്പോൾ പറയുന്നു പ്രീ ബുക്കിംഗ് ഇല്ലയെന്ന്. തിങ്കളാഴ്ച ഓർഡർ എടുക്കത്തുള്ളൂ എന്ന് പറയുന്നു. കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞു നാളെ ഇപ്പോൾ മുതൽ ഓർഡർ എടുത്തു എന്നുള്ളത്. അതെന്താ സംഭവം എന്നറിയോ? ഞാൻ ഈ പ്രീ ബുക്കിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഇത് മൺഡേ ഇടാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് വീഡിയോസ് എടുത്തത്. വീട്ടിൽ വന്നപ്പോഴേക്കും എല്ലാ പ്ലാനും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതിൽ ഇന്ന് മുതൽ ബുക്കിംഗ് എടുത്തു എന്നും പ്രീ ബുക്കിംഗ് ഉണ്ടെന്ന് പറയാമെന്നും കരുതി കേട്ടോ. അല്ലാതെ എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റിന്. എനിക്കറിയില്ല എന്താണ് ഇത്ര കൈവശം, എന്താണ് ഇത്ര ഇതെന്ന് അറിയത്തില്ല. എൻ്റെ അമ്മ വരുന്ന മെസ്സേജസും എല്ലാവരും പറയുന്നതാണ്, ശ്രീകുട്ടി മൺഡേ മുതലേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇൻ കേസ് മൺഡേ പോയാൽ എന്ത് ചെയ്യും? ഞാൻ എന്നിട്ടും പറഞ്ഞു ഇല്ല, ഞാൻ മൺഡേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജസ് വന്നു കേട്ടോ. അതെല്ലാം ഞാൻ മാറ്റിയിട്ടേക്കാണ്. കാരണം അവർ ഓൾറെഡി നമ്മളോട് ചോദിച്ചതല്ലേ. നമ്മൾ ഇനി ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും മെസ്സേജ് ഇടുമ്പോൾ വേറെ പുതിയ ആൾക്കാരായിരിക്കും കാണുന്നത്, അവർ മെസ്സേജ് ഇടും. പിന്നെ ഈ ചോദിച്ചവർക്ക് കൊടുക്കാനും പറ്റില്ല. അവർ കുറേ നാൾ കൊണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വീണ്ടും വീണ്ടും നമുക്ക് മെസ്സേജ് ഇടുന്നത് കേട്ടോ. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ബുക്കിംഗ് ഓപ്പൺ ചെയ്താൽ ഉടനെ അവർക്ക് മെസ്സേജ് ഇടാമെന്ന് കരുതിയിട്ട് ഇതിപ്പോൾ ശനിയാഴ്ച രാവിലെ, ഇന്ന് രാവിലെയാണ് ഞാൻ ഈ വോയിസ് ചെയ്യുന്നത്. വോയിസ് ചെയ്യുന്നതിന് മുന്നേ ഫുൾ മെസ്സേജ് ഇട്ടവർക്ക് റെസ്റ്റോറൻറ്റ് ഓർഡർ എടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് എനിക്ക് ഓർഡേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഓൾമോസ്റ്റ് എല്ലാ പീസസും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രീ ബുക്കിങ്ങും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മീൻകാരൻ ചേട്ടനാണെങ്കിൽ എന്തൊരു ഹോണടിയാണോ, എനിക്ക് വോയിസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോൾ വോയിസ് ചെയ്താലും ഈ ഹോൺ കൊണ്ട് വരെ. അതുപോലെ ബോട്ടിൽ ഗ്രീൻ റെഡിനും ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എടുക്കുന്ന ചുരിദാർ പീസസിനാണ് സാരിയെക്കാട്ടി കൂടുതൽ എൻക്വയറീസ് ഉള്ളത്. അപ്പോൾ എന്തായാലും നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. ഞാൻ വീട്ടിൽ ചെന്നൊന്ന് ഫ്രീ ആയ ശേഷം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ ഉച്ചയായി മധുരയിൽ സുങ്കട് സാരി എല്ലാം എടുത്ത ശേഷം ചെട്ടിനാട് പോകാമെന്നും പറഞ്ഞു. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോൾ ഡിണ്ടുക്കലെത്തി. കഴിക്കാൻ കയറിയപ്പോൾ ഏട്ടന് അവിടുത്തെ ആംബിയൻസ് ഒന്നും ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ അപ്പോഴേ അവിടെ ഇറങ്ങിയിട്ട് നേരെ മധുരയിൽ പോയി. മധുരയിൽ നമ്മൾ സുങ്കടി സാരീസാണ് എടുക്കണം. സുങ്കടി സാരി എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വസ്ത്രയിൽ ഈ സുങ്കടി സാരി, കാഞ്ചി കോട്ടൺ തന്നെയാണ് ചെട്ടിനാട് കോട്ടൺ എന്ന് പറഞ്ഞപ്പോൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നത്. കാഞ്ചി കോട്ടനായാലും ചെട്ടിനാട് കോട്ടനായാലും നമ്മൾ നിറയെ കൊണ്ടുവന്ന് നമുക്ക് നിറയെ ഇതുണ്ടായിരുന്ന ഒരു ഇതാട്ടോ ഈ സുങ്കടി കോട്ടനൊക്കെ. അപ്പോൾ ഇപ്പോൾ വീണ്ടും, കാരണം നമ്മൾ ഇപ്പോൾ സുങ്കടി കോട്ടൺ എടുത്താൽ കുറച്ച് നാൾ സുങ്കടി കോട്ടൺ ആയിരിക്കും, പിന്നെ കല്യാണി കോട്ടൺ, അങ്ങനെയാണ്. ഞാൻ ഭയങ്കര ബൾക്കായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബൾക്കായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, സുങ്കടി കോട്ടൺ എല്ലാം എടുക്കുന്നത്. ഇപ്പോൾ സുങ്കടി കോട്ടണിൽ തന്നെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. വേൽദാരി സുങ്കടി, അല്ലാത്ത സുങ്കടി, ചെക്ക് സുങ്കടി, കോളം സുങ്കടി, പിന്നെ എനിക്കറിയില്ല പല തരത്തിലുള്ള പേരാണ്. സത്യം പറഞ്ഞാൽ പണ്ട് ഞാൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോത്തീസിലൊക്കെ ചെന്ന് കോട്ടൺ സാരി വാങ്ങി, അതിങ്ങനെ കമ്പ് കണക്കിരിക്കും, ഉടുത്താലും ഒതുങ്ങത്തില്ല. നമ്മളിങ്ങനെ ചക്കഭൂതത്തിനെ കണക്കിരിക്കും ആ സാരി ഉടുത്താൽ. അതുകൊണ്ട് എനിക്ക് കോട്ടൺ സാരി ഇഷ്ടമേ ഇല്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇറങ്ങി നടന്ന് ഒരു സാരിയെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്ത ഈ ഞാനിപ്പോൾ സുങ്കടി കോട്ടൺ പറയുന്നു, കല്യാണി കോട്ടൺ പറയുന്നു, മഹേശ്വരി കോട്ടൺ പറയുന്നു, അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു കേട്ടോ. ഈ സുങ്കടി കോട്ടൺ, കല്യാണി കോട്ടൺ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന കോട്ടൺ സാരിയാണ്. അപ്പോൾ നമ്മളന്ന് ചെറിയ വിലയ്ക്ക്, ഇപ്പോൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് 1000-നകത്തുള്ള സാരീസ് വാങ്ങിയിട്ടാണ് നമ്മൾ നിറയെ സാരി, ഒരു ദിവസം തന്നെ 10-15 സാരി നമ്മൾ മാറേണ്ടതായിട്ട് വരും.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ സാരി വാങ്ങിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര പടപടപ്പോടെ ഒരു സൗകര്യം ഇല്ലാതിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ ഈ കിഴാന്ന് കിടക്കണം, അതിന് എന്താ പറയുന്നതെന്ന് അറിയില്ല. പോളിസ്റ്റർ ടൈപ്പാണ് എടുക്കുന്നത്, പക്ഷേ അതൊട്ടും കംഫർട്ടബിൾ അല്ല, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോഴാണ് കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടപടപ്പുള്ള സാരികളല്ല, നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്ന കോട്ടൺ സാരീസും ഉണ്ടെന്ന് മനസ്സിലായത്. ഈ സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ചീമയുടെ കുഞ്ഞിയുടെ നൂലുകെട്ടിന് ചീമ കൊടുത്തിരുന്ന സാരി കേട്ടോ. ഇത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചീമയ്ക്ക് ഒരു പീസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സാധനം കിട്ടാനും വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെന്നപ്പോൾ ഓണം പ്രമാണിച്ച് കുറച്ച് അതിൻ്റെ പീസസ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ആ സെയിം സാരി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഇതിനെല്ലാം വിത്ത് ബ്ലൗസോട് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ സുങ്കുടിയിൽ പല രീതിയിൽ വരുന്ന സാരിയാണ്. ഇതിൽ കുറച്ച് സാരികൾക്കൊന്നും വിത്ത് ബ്ലൗസ് ഇല്ല, പക്ഷേ ഞാൻ എക്സ്ട്രാ ബ്ലൗസ് വിത്ത് ബ്ലൗസ് വാങ്ങിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം ഒരാളിപ്പം നമ്മുടെ നിന്ന് പൈസ കൊടുത്ത് സാരി വാങ്ങിച്ചിട്ട് പിന്നെ വിത്ത് ബ്ലൗസ് ഇല്ലാണ്ട് വാങ്ങിയാൽ ചിലർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ നിന്ന് എടുക്കുന്ന എല്ലാ സാരികൾക്കും വിത്ത് ബ്ലൗസോട് കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലത് കാഞ്ചി കോട്ടനൊക്കെ റണ്ണിങ് ബ്ലൗസാണ്, അതായത് 6.25 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ കാഞ്ചി കോട്ടനൊക്കെ, അല്ലാതെ അതിന് സെപ്പറേറ്റ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒന്നും വരത്തില്ല കേട്ടോ. ഇതൊക്കെ ഈ സാരിക്കൊന്നും ബ്ലൗസ് ഇല്ല. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളർ ബ്ലൗസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഭയങ്കര കളർ കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സുങ്കിടി കോട്ടണിൽ വരുന്ന പല വെറൈറ്റി സാരീസാണ്. ഇതൊക്കെ ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഞാനിപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു അയൺ മെഷീൻ പോലും എടുക്കാതെ കൈകൊണ്ട് തേച്ച് വിട്ടപ്പോഴേക്കും അത് അവിടെ തന്നെ ഇരിക്കുന്ന ടൈപ്പാണ്. അതിപ്പോൾ മഹേശ്വരി കോട്ടനായാലും കല്യാണി കോട്ടനായാലും സുങ്കിടി കോട്ടനായാലും എല്ലാം അതെ കേട്ടോ, നല്ല ഒതുങ്ങുന്ന ടൈപ്പാണ്. ഈ പടപടയെന്ന് നിൽക്കുന്ന ടൈപ്പല്ല. ഇനി പറഞ്ഞ പോലെ കോട്ടൺ സാരികൾ എടുത്താൽ വലിയ പടപടാന്നിരിക്കുമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും കല്യാണം വന്നാലും ഞാൻ ഈ സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ കോട്ടൺ സാരിയാണ് ഏറ്റവും നല്ലതെന്നുള്ളത് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയ ശേഷം അതിൽ തന്നെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പല വെറൈറ്റി സാധനങ്ങൾ, എന്ത് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെന്നറിയോ. ഈ സോഫ്റ്റ് സിൽക്കെന്ന് ഒന്നുമല്ല ഇങ്ങനെയുള്ള കോട്ടൺ സാരികളുടെ മുന്നിൽ കേട്ടോ. സുങ്കിടി കോട്ടൺ എടുക്കാനായിട്ട് മധുര സൈഡിൽ തന്നെ നമ്മൾ വരണം. സുങ്കിടി കോട്ടൺ എടുക്കാനായിട്ട് കാഞ്ചി കോട്ടൺ എടുക്കാനായിട്ട് ചെട്ടിനാട് സൈഡിൽ തന്നെ പോകണം. അവിടെയാണ് ചെട്ടിനാട് കോട്ടൺ കിട്ടുന്നത്. ചെട്ടിനാട് കോട്ടൺ ആണ് ശരിക്കും പറഞ്ഞാൽ കാഞ്ചി കോട്ടൺ, വലിയ ബോർഡറോട് കൂടി വരുന്നത്. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കിയാലറിയാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ പഴയ ഫോട്ടോസ് നോക്കിയാലറിയാം, നമ്മൾ ഓൾറെഡി ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതാണ്. പക്ഷെ അന്ന് ഇതൊന്നും അത്ര ട്രെൻഡിങ് അല്ലായിരുന്നു. മാത്രവുമല്ല എന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പറ്റിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചെട്ടിനാട് ഈ സുങ്കിടി കോട്ടൺ തന്നിട്ട്, ഞങ്ങൾ ചെട്ടിനാട് കോട്ടൺ അന്വേഷിച്ച് നടക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ. അവർ ഈ സുങ്കിടി കോട്ടൺ തന്നിട്ട് ചെട്ടിനാട് കോട്ടൺ എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുമുണ്ട്. ഞാനതങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സാരിയെ പറ്റി ഒരുപാട് പഠിച്ചു. എനിക്കറിയാം സുങ്കിടി കോട്ടൺ ഏത്, കാഞ്ചി കോട്ടൺ ഏത്, കല്യാണി കോട്ടൺ ഏത്, മഹേശ്വരി കോട്ടൺ ഏത്. മെറ്റീരിയൽ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, ഡിസൈനിലാണ് വ്യത്യാസം വരുന്നത്. സമയം 3 മണിയായി. ഇനി നമ്മൾ ചെട്ടനാട് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കടകളൊക്കെ വളരെ കുറവാണ്. ഒരു കുഞ്ഞു കട കണ്ടു, ഇവിടെ കയറി കൊത്തു പൊറോട്ടയുണ്ട്. ഇടി കുടുങ്ങണു, മഴ വരുന്നു. ഏട്ടൻ പൊറോട്ട പറഞ്ഞു, വേറെ ഒന്നും ഇല്ല ഇവിടെ. ബിരിയാണി ഉണ്ട്, ബിരിയാണി വേണ്ട. അതുകൊണ്ട് ഞാൻ കൊത്തു പൊറോട്ട, ഏട്ടൻ ചിക്കൻ ചുക്ക, പെപ്പർ ഫ്രൈ പറഞ്ഞു. എല്ലാവരും നോക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണമെന്ന്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണെന്ന് നോക്കുകയാണ്. ഞാൻ മുട്ട കൊത്തു പൊറോട്ട പറഞ്ഞു. ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുക്കാം ഏട്ടൻ്റെ. ആക്ച്വലി നമ്മുടെ പ്ലാൻ മധുരയിൽ നിന്ന് എടുത്ത് ചെട്ടിനാട് പോയി എടുത്തിട്ട് മധുരയിൽ റൂം എടുത്ത് നാളെ രാവിലെ പോകാമെന്നായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി മധുരയിൽ റൂം എടുത്ത് വെറുതെ ഒരു ദിവസത്തെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. കാരണം ഇനി വീട്ടിൽ ചെന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മെസ്സേജ് ഇടലെന്ന് പറഞ്ഞിട്ടേ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വീണ്ടും റൂം എടുത്ത് വീണ്ടും ഒരു ദിവസം വീണ്ടും ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാന്. ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പോൾ ഒരു കടയിൽ, ഒരു കുഞ്ഞു കടയിലാണ് കയറിയത്. അവർ പുതിയതായിട്ട് തുടങ്ങിയ കട കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം പ്രത്യേകമുണ്ട്. ഫുഡും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു കൊത്തു പൊറോട്ടയാണ് പറഞ്ഞത്, ചിക്കൻ പറഞ്ഞില്ല, മുട്ടക്കൊത്തു മതിയെന്ന് പറഞ്ഞു. ഏട്ടനൊരു ചിക്കൻ കറി പറഞ്ഞു. സാധാരണ ഏട്ടനാണ് വെജിറ്റേറിയനൊക്കെ വാങ്ങി കഴിക്കുന്നത്, എന്താണെന്ന് അറിയില്ല, ചിക്കനൊക്കെ വാങ്ങി കഴിച്ചു. പക്ഷേ നമ്മൾ വെജിറ്റേറിയൻ കടയിൽ കയറി വെജിറ്റേറിയൻ കഴിച്ചാൽ കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കടയിൽ കയറി ഇവിടെ വെജിറ്റേറിയൻ ഇല്ല, ചിക്കൻ മാത്രമേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി, മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മീൻ വറുത്തൊന്നും നമുക്ക് വേണ്ടാത്തത് കൊണ്ട് ചിക്കൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടന് കൊത്തു പൊറോട്ടയും വേണ്ട. ഏട്ടന് പൊറോട്ടയും വലിയ ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും പൊറോട്ട മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പൊറോട്ട വാങ്ങിച്ചു. ഇതേ മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ടേ.
അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെ സാരി ഞാൻ എടുത്തു ഏതൊക്കെ സാരി എടുത്തില്ല ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് നിങ്ങളിങ്ങനെ വീഡിയോസ് കണ്ടിട്ട് മെറ്റീരിയൽ മാത്രമല്ല സാരീസിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതെത്രയാണ്, ഏതാണ്, എന്താണ്, വേറെ കളർ കോമ്പിനേഷൻ ഉണ്ടോ, ഇത് അവൈലബിൾ ആണോ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മളവിടെ കണ്ടു, ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തതിൽ ഇനി വീട്ടിൽ ചെന്ന് വേണം ഫോട്ടോസെല്ലാം ഇട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. എല്ലാം കൂടെ തലഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ അതുപോലെ ഒരുപാട് കമൻസ് ഉണ്ട്, ശ്രീകുട്ടിക്ക് മുതലാവും ഇത്രയും ദൂരം കാർ ഓടിച്ച് പോയി സാധനം എടുത്ത് ഇത്രയും അഫോർഡബിൾ റേറ്റിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്കൊരു എമൗണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ പല ചാനൽ പല ഇൻസ്റ്റാഗ്രാം പേജസും ചെക്ക് ചെയ്താൽ അറിയാം, നമ്മുടെ സാരീസ് ഞാൻ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മുടെ സാരീസ് ഇട്ടിട്ടുള്ളത്. എനിക്കതിൽ കൂടുതൽ പ്രോഫിറ്റ് വേണ്ട. എനിക്ക് വലിയ പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മുടെ കാർ ഓടിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് 500 സംതിങ് കിലോമീറ്റർ ഉണ്ട് സേലം പോകാനായിട്ട്. അത്രയും ദൂരം നമ്മൾ ഓടിച്ച് പോയി ഇത്രയും തുണികളെടുത്ത് റൂമെടുത്ത് ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വലിയ രീതിയിലില്ല, എങ്കിലും കിട്ടുന്നുണ്ട്, ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരിതും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രോഫിറ്റിലുപരി ഞാൻ ഇതിനെ ഭയങ്കര പാഷനായിട്ട് കാണുകയാണ്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരു മേഖലയല്ല ഇത്. എനിക്ക് ഇതുപോലെ ബിരിയാണി ഷോപ്പ് ഇടാനൊക്കെ ആയിരുന്നു, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അതൊരു ബിരിയാണി ഷോപ്പായിട്ട് തുടങ്ങണം, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതുമില്ല, അത് ഇവിടെ എത്തി. പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് ഉണ്ട്, ഞാനിങ്ങനെ റൺ ചെയ്യുന്നു എന്നൊക്കെ പറയാനും അതിൻ്റെ പുറകെ നടക്കാനും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കൊറിയർ വഴി ഫോട്ടോസൊക്കെ കണ്ട് എനിക്ക് ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ കൊറിയർ വഴിയൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ എനിക്ക് കിട്ടിലും പ്രോഫിറ്റ് കിട്ടും കേട്ടോ. കാരണം കൊറിയർ ചാർജ് മാത്രം നമ്മൾ കൊടുത്താൽ മതി, സാരിയുടെ റേറ്റും കൊടുത്താൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ സാരിയുടെ റേറ്റ്, പെട്രോളിൻ്റെ ചാർജ്, ഫുഡിൻ്റെത്, റൂമിൻ്റെത് ഒക്കെ നോക്കണം കേട്ടോ. പിന്നെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമുക്കൊരു കണ്ടൻറ്റ് ആവും. എന്നും വീട്ടിൽ കയറി ഇരിക്കുന്നതിനെ കാട്ടി പോയി എടുക്കുന്നതിലൊരു കണ്ടൻറ്റ് ആവും. നല്ല പ്രോഡക്റ്റ് നമുക്ക് തൊട്ട് നോക്കി വാങ്ങാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ സുങ്കിടി കോട്ടൺ തന്നെ പല സ്ഥലത്തും ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ക്വാളിറ്റി സാധനമാണ്. ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ചെട്ടിനാടാണ്. ഇതെല്ലാം ഗ്രാമത്തിലാണ്. ഇന്ന് ചെട്ടിനാട് വന്നപ്പോഴേക്കും എല്ലായിടവും അടച്ചിരിക്കുക കേട്ടോ. വീടുകളിൽ തന്നെയാണ്, പക്ഷെ അവിടെ സ്റ്റാഫുകളുണ്ടാവും. സ്റ്റാഫുകളൊന്നുമില്ല, വീടുകളൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ലീവായിരിക്കും എന്ന് പറഞ്ഞു. ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു, ഫ്രൈഡേ ആയിട്ട് ലീവാട്ടോ. ഇത് ചെട്ടിനാട് കോട്ടൺ സാരീസാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. കാഞ്ചി കോട്ടൺ എന്ന് പറഞ്ഞ് വരുന്നതും ഈ വക സാധനങ്ങൾ തന്നെയാണ്. നമ്മളുടെ ഏതോ തമിഴ് സീരിയലിൽ ഏതോ നായിക കൊടുത്ത് ഭയങ്കര ഹിറ്റായ സാരി എന്നൊക്കെ പറഞ്ഞെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തമിഴല്ല മലയാളമാണ്, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, അറിഞ്ഞൂടെ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചെട്ടിനാട് കോട്ടൺ സാരീസാണ്. എന്തായാലും സുങ്കിടിയും ചെട്ടിനാടും കല്യാണിയും മഹേശ്വരിയും എല്ലാം ഉണ്ട് നമ്മുടെ വസ്ത്രയിൽ. ഇനി അതിനായിട്ടൊരു കുറവ് വേണ്ട. മെറ്റീരിയലും ആവശ്യാനുസരണം കൊണ്ടുവന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സാരീസും സ്ക്രീൻഷോട്ട് എടുക്കുക, അയയ്ക്കുക. എനിക്ക് വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുന്നേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. കാരണം അത്രയേറെ സത്യസന്ധമായിട്ട് പറയാണ്, സന്തോഷത്തോടെ പറയാണ്, അത്രയേറെ എൻക്വയറീസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഞാൻ അത്രയും മാക്സിമം നല്ല സാധനങ്ങളാണ് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വാങ്ങുന്നവരും അതിൽ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക് പല മെസ്സേജസും വരാറുണ്ട്, നല്ല പ്രോഡക്റ്റാണ് ശ്രീകുട്ടി, അഫോർഡബിൾ റേഞ്ചിലാണ് തന്നിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്കതങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ അധികം ആയാലും നമുക്ക് ആ പൈസ നമുക്ക് ഒന്നിനും കിട്ടത്തില്ല. എന്തായാലും വസ്ത്ര ഇതുപോലെ നല്ല രീതിയിൽ ഇതിനെക്കാട്ടി നന്നായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഇനിയും എനിക്ക് ആവശ്യമാണ്. സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഹ്യൂജ് പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുറേ സാധനങ്ങൾ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോർ അപ്ഡേഷൻസ് ഞാൻ സൺഡേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഉള്ള കളക്ഷൻസ് എല്ലാം കാണിച്ചുകൊണ്ട് സൺഡേ ഒരു ബിഗ് സർപ്രൈസോട് കൂടി ഞാൻ നമ്മുടെ വീഡിയോ അന്ന് ഇടുന്നതായിരിക്കും. അന്ന് മുതലാണ് നമ്മുടെ ഓർഡർ എടുത്തു തുടങ്ങുന്നത് കേട്ടോ. കാരണം യാത്രയിലായിരിക്കും. നാളെ വന്നത് അടുക്കി പിറക്കി ഫോട്ടോസ് എടുത്ത് ഒരുപാട് പരിപാടി നാളെ ഉണ്ട്. അപ്പോൾ നാളെ കുറച്ച് തിരക്കായിരിക്കും. നാളെ എനിക്ക് ഓർഡർ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഏതൊക്കെ കളക്ഷൻസ് ഉണ്ടെന്നുള്ളതെല്ലാം കാണിച്ചുകൊണ്ട് ഒരു വലിയ സർപ്രൈസോട് കൂടിയും സൺഡേ വീഡിയോ വരുന്നതായിരിക്കും. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വസ്തുത തുടങ്ങിയപ്പോൾ ഇതുപോലൊരു ഷോപ്പിംഗ് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഹ്യൂജ് ഷോപ്പിംഗ് പർച്ചേസിങ് ചെയ്യുന്നത്. സുങ്കിടി സാരീസ് ഉണ്ട്, കാഞ്ചി കോട്ടൺ ഉണ്ട്, നാരായൺപേട്ട് ഉണ്ട്, ചെട്ടിനാട് കോട്ടൺ ഉണ്ട്. എല്ലാത്തിലും പല വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓണം സെറ്റ് സാരീസ് ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാം മാക്സിമം ഞാൻ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കോട്ടൺ ആണ് കൂടുതലും ഉള്ളത്. സിൽക്ക് സാരി അങ്ങനെ അധികം ഇല്ല, 1-2 പീസൊക്കെ മാത്രമേ നമ്മുടെ സിൽക്ക് സാരി അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം കോട്ടൺ ആണ്.
കോട്ടന്റെ പല വെറൈറ്റി സാധനങ്ങൾ മാക്സിമം ഞാൻ നമ്മുടെ വസ്ത്രയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കും സൺഡേയിലുള്ള എന്താണ് ആ സർപ്രൈസ് എന്നും നമ്മുടെ കളക്ഷൻസും എല്ലാം കാണാനായിട്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു, പക്ഷെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ സൺഡേ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ടാറ്റാ, ബൈ.